ഹായ്, വെൽക്കം ടു സൈലം IAS. നമ്മൾ എക്കണോമിക്സിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോ, ലാസ്റ്റ് വീഡിയോ, നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ അവസാനം 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് അതിന്റെ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ഇടാൻ പറഞ്ഞു. കുറച്ച് ആൾക്കാർ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണുന്നവരാണെങ്കിൽ, രണ്ടാമത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ട് അതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്തിട്ട് ഈ മൂന്നാമത്തെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പൊ അതിൽ പറഞ്ഞ 2 ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റീസ് കൃത്യമായിട്ടുള്ള സെക്ടേഴ്സുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്, എത്ര പെയേഴ്സ് ആണ് കൃത്യമായി മാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ അതിൽ സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ കാർഷിക മേഖലയ്ക്ക് ഒരു സേവനം കൊടുക്കുക. ഞാൻ ഒരു കർഷകനാണെന്ന് വിചാരിക്കുക, ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഉൽപ്പന്നങ്ങൾ, പ്രൊഡ്യൂസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്യുക എന്ന് വെച്ചാൽ എനിക്കൊരു സേവനം തരിക. വെയർ ഹൗസിംഗ്, കോൾഡ് സ്റ്റോറേജ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സേവനമാണ്. അത് സെക്കൻഡറി സെക്ടർ അല്ല, അത് ടേഴ്സറി സെക്ടർ ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതല്ല. രണ്ടാമത്തെ ഡയറി ഫാം, നമുക്കറിയാം ഡയറി ഫാം എന്ന് പറയുന്നത് പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത് മിനറൽ എക്സ്പ്ലോറേഷൻ, മിനറൽ എക്സ്പ്ലോർ ചെയ്യുന്നു. നമുക്കറിയാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട, പ്രകൃതി വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനമാണ് മൈനിങ് എന്ന് പറയുന്നത്, മിനറൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൈനിങ്ങിന്റെ ആദ്യ ഘട്ടമാണ് മിനറൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രൈമറി സെക്ടറിനകത്ത് വരുന്നതാണ്, ടേഴ്സറി അല്ല. ദെൻ ഫോർത്ത് വൺ, വീവിംഗ് ക്ലോത്ത്സ്, സെക്കൻഡറി സെക്ടർ ആണ് അല്ലെ. നമുക്ക് പരുത്തിയിൽ നിന്ന്, കോട്ടണിൽ നിന്ന് വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നു. അപ്പൊ കോട്ടൺ വസ്ത്രങ്ങളാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാല്യൂ അഡിഷൻ അല്ലെ, ഒരു വാല്യൂ ആഡഡ് പ്രോസസ് ആണ്. അപ്പൊ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്ന് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സെക്കൻഡറി സെക്ടർ, ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ് അല്ലെ, ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ, ഒരു ആക്ടിവിറ്റിയാണ്, സെക്കൻഡറി സെക്ടർ ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇവിടെ എത്ര കറക്റ്റ് പെയേഴ്സ് ആയിട്ടാണ്, കറക്റ്റ് ആയിട്ടുള്ള പെയർ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, ഓൺലി 2. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? ഇനി ഞാൻ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, രണ്ടാമത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് മാത്രം മൂന്നാമത്തെ വീഡിയോ കാണുക. ഇനി അടുത്തൊരു ചോദ്യം കൂടെ നമ്മൾ നോക്കിയായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദ അൺഓർഗനൈസ്ഡ് സെക്ടർ, അസംഘടിത മേഖല. കൃത്യമായി ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഏതൊക്കെ തൊഴിലാളികളെ, ഏതൊക്കെ മേഖലയാണ് താഴെ കൊടുത്തിട്ടുള്ളത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥൻ, ഒരു ബാങ്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ കൃത്യമായ ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചല്ലേ വർക്ക് ചെയ്യുന്ന. അപ്പൊ അദ്ദേഹം അൺഓർഗനൈസ്ഡ് ആണോ? അല്ല. ലാൻഡ്ലെസ് ഫാമേഴ്സ് ആണെങ്കിലോ, കർഷക തൊഴിലാളി, വേറൊരാളുടെ പറമ്പിൽ, വേറൊരാളുടെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാള് ഓർഗനൈസ്ഡ് സെക്ടർ ആണോ? അല്ല, അത് അൺഓർഗനൈസ്ഡ് സെക്ടർ ആണ്. ദെൻ സ്മോൾ റോഡ് സൈഡ് മെക്കാനിക് ഷോപ്പ്, റോഡ് സൈഡിൽ ഒരു ചെറിയ മെക്കാനിക് ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസ്ഡ് ആണോ? ഗവൺമെന്റ് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച്, ഗവൺമെന്റ് എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണോ? അങ്ങനെ ആയിരിക്കണമെന്നുണ്ടോ? ഒരു സ്മോൾ റോഡ് സൈഡ് മെക്കാനിക് ഷോപ്പ് അല്ല. അപ്പൊ അതും അൺഓർഗനൈസ്ഡ് സെക്ടർ ആണ്. ONGC വർക്കർ ആണെങ്കിലോ, ONGC വർക്കർ എന്ന് പറയുന്ന ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്. അതൊരു ഓർഗനൈസ്ഡ് സെക്ടർ ആണ്, കൃത്യമായ ഒരു കമ്പനിയാണ്. അപ്പൊ അത് ഓർഗനൈസ്ഡ് ആണ്. അപ്പൊ ഇവിടെ എത്ര എണ്ണോ കറക്റ്റ് ആയിട്ടുള്ളത്? 2ഉം 3ഉം 2 എണ്ണം. ഓൺലി 2 ആണ് ഇവിടുത്തെ റൈറ്റ്. എത്ര പെയർ? എത്ര എണ്ണം? 2 എണ്ണം. 2 എണ്ണമാണ് ഇവിടെ അൺഓർഗനൈസ്ഡ് സെക്ടറിനകത്ത് വരുന്നത്. ഈ 2 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് നോക്കിയത്. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കോൺസെപ്റ്റുകൾ, എക്കണോമിക്സിന്റെ മറ്റ് കോൺസെപ്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം നോക്കുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി എന്ന് പറയുന്നത്? ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രീകൃത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് ലോകത്തെ ഏതൊരു സമ്പദ് വ്യവസ്ഥ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് എക്കണോമിക്സും എന്താണ് എക്കണോമി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ആണ്, ഒരു സയൻസ് ആണ്, സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ഒരു എക്കണോമിക്സിന്റെ പ്രിൻസിപ്പിൾസ് ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ, ഒരു ഭൂപ്രദേശത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എക്കണോമി എന്ന് പറയുന്നത്. ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യക്കകത്ത് എക്കണോമിക്സിന്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നു. അതിനനുസരിച്ചാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ എക്കണോമി പ്രവർത്തിക്കുന്നത്. കേരള എക്കണോമി നമ്മൾ ഈ പറയുമ്പോൾ ടാക്സേഷൻ അതിനകത്ത് വരുന്നതാണ്, ഇൻഫ്ലേഷൻ അതിനകത്ത് വരുന്നതാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കകത്താണ് ഇൻഫ്ലേഷൻ വരുന്നത്, മോണിറ്ററി പോളിസി വരുന്നത്, ടാക്സേഷൻ വരുന്നത്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ എക്കണോമി, ഇന്ത്യൻ എക്കണോമി, കേരള എക്കണോമി, US എക്കണോമി, യൂറോപ്യൻ എക്കണോമി എന്നൊക്കെ പറയുമ്പോൾ ഈ എക്കണോമികളെല്ലാം തന്നെ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
അല്ലെങ്കിൽ ഈ സമ്പദ് വ്യവസ്ഥകൾ, എക്കണോമികളെല്ലാം തന്നെ ഉത്തരം നൽകാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രീകൃത പ്രശ്നങ്ങൾ, മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? എല്ലാ എക്കണോമിയും അഡ്രസ്സ് ചെയ്യാനുള്ള 3 ചോദ്യങ്ങൾ. അതിലൊന്ന്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. എന്തുൽപാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ ഒന്നാമത്തെ പ്രശ്നമാണ്, നമ്മളൊരു രാജ്യത്ത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യയിൽ ജനങ്ങളുടെ മുന്നിൽ ചോദ്യം ചോദിക്കുകയാണ്, എന്ത് വേണം നമുക്ക്? ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണോ, അതോ ഡിഫൻസ് എക്യുപ്മെന്റ്സ്, ഇപ്പോൾ തോക്കുകൾ, പീരങ്കി, അതുപോലെ തന്നെ ടാങ്കുകൾ, അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണോ? ഉറപ്പായിട്ടും നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങൾ, അരി, ഗോതമ്പ് തുടങ്ങിയവ. അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു രാജ്യത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ രാജ്യത്ത് ഈ പറയുന്ന ഉൽപ്പാദനം നടത്തുന്നത് ആരോ അവർ തീരുമാനിക്കാനുള്ളതാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, വാട്ട് ടു പ്രൊഡ്യൂസ്. ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, ആ ജനങ്ങൾക്ക് എന്താണോ അവരുടെ നീഡ്സ് എന്ന് പറയുന്നത്, അതാണ് എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കാനുള്ളത്. ഇനി രണ്ടാമത് അതിനൊപ്പം തന്നെ പറയുന്ന മറ്റൊരു ചോദ്യമുണ്ട്, വാട്ട് ക്വാണ്ടിറ്റി. ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്, അല്ലെ? 140 കോടി ജനങ്ങളുണ്ട്. 140 കോടി ജനങ്ങളുള്ള സമയത്ത് 50 കോടി ജനങ്ങൾക്ക് മാത്രമുള്ള ഫുഡ് ഐറ്റംസ് ഉൽപ്പാദിപ്പിച്ചാൽ മതിയോ? 50 കോടി ജനങ്ങൾക്ക് മാത്രമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ മതിയോ? പറ്റില്ല. 140 കോടി ആൾക്കാർക്ക് ഉൽപ്പാദിപ്പിക്കണം. അതാണ് വാട്ട് ക്വാണ്ടിറ്റി, എത്ര അളവിൽ, എന്തുൽപ്പാദിപ്പിക്കണം, ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു, ഫുഡ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു. ഇനി എത്ര ക്വാണ്ടിറ്റിയിൽ, അത് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എത്രയോ അത്രയും ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതാണ് ഒന്നാമത്തെ സെൻട്രൽ പ്രോബ്ലം. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്. ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ തീരുമാനം എടുത്തു, ഇനി ഇത് എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്? ഒരു വസ്തു എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം? 2 രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്, അല്ലെ? അപ്പൊ ഇവിടുത്തെ ചോദ്യം ഹൗ ടു പ്രൊഡ്യൂസ്, ഒരു വസ്തു എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. 2 തരം ടെക്നിക്സ്, 2 തരം ടെക്നോളജി. ഒന്ന് നോക്കിയേ, ഒന്നാമത്തത് ലേബർ ഇന്റൻസീവ്, രണ്ടാമത്തത് ക്യാപിറ്റൽ ഇന്റൻസീവ്. അപ്പൊ ഒന്നാമത്തെ എന്താ, ലേബർ ഇന്റൻസീവും, രണ്ടാമത്തത് ക്യാപിറ്റൽ ഇന്റൻസീവ്. എന്താ ലേബർ ഇന്റൻസീവ് എന്ന് പറയുന്നത്? ലേബർ ഇന്റൻസീവ് എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, കൂടുതൽ തൊഴിലാളികളെ ജോലിക്ക് കൊണ്ടുവരുന്നു, കൂടുതൽ തൊഴിലാളികളെ അപ്പോയിന്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ ജോലിക്കെടുത്ത് അതുവഴി സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നിക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെത്തേഡാണ് ലേബർ ഇന്റൻസീവ് മെത്തേഡ്സ്, ലേബർ ഇന്റൻസീവ് ടെക്നോളജി, ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് വെച്ചാൽ എന്താ? കൂടുതൽ പൈസ ബിസിനസ്സിലോട്ട് മുടക്കുന്നു, അതുവഴി കൂടുതൽ മെഷീൻസ്, പുതിയ ആധുനിക മെഷീൻസ്, ടൂൾസ് ഒക്കെ കൊണ്ടുവന്നിട്ട് കൂടുതൽ മെഷീൻസ് യൂസ് ചെയ്ത് ക്യാപിറ്റൽ മുടക്കി കൂടുതൽ മെഷീൻസ് കൊണ്ടുവന്ന് ഉൽപാദനം നടത്തുന്നതിനാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഒന്നെങ്കിൽ നമുക്കൊരു സാധനം, ഇപ്പൊ നിങ്ങൾ നോക്കി, ഒരു വസ്ത്രം നിർമ്മിക്കാനായിട്ട് ഒരു ഫാക്ടറി തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെഷീൻസ് കുറച്ച് തൊഴിലാളികൾ കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്ന ഒരു പണിയെടുത്തിട്ട് വളരെ കുറച്ച് മെഷീൻസ് മാത്രം ഉപയോഗിച്ച് ജോലി ചെയ്യിപ്പിക്കാം. അതാണ് ലേബർ ഇന്റൻസീവ്. ഇനി ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് വെച്ചാൽ എന്താ? കംപ്ലീറ്റ് മെഷീൻസ്, മെക്കനൈസ്ഡ് ആയിരിക്കും, കൂടുതലും ആധുനിക സാമഗ്രികള്, ആധുനിക യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് തൊഴിലാളികളെ മാത്രം നിർത്തി നമുക്ക് ജോലി ചെയ്യിപ്പിക്കാം. അതാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, അല്ലെ? ലേബർ ഇന്റൻസീവിന്റെ ഗുണം എന്താണ്? കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, കൊല്ലം നമുക്കറിയാം. കൊല്ലത്തെന്ന് വെച്ചാൽ ഒരുപാട് കശുവണ്ടി ഫാക്ടറികൾ, കാഷ്യൂനട്ട് ഫാക്ടറികൾ ഉണ്ട്, അല്ലെ? അവിടുത്തെ പ്രത്യേകത എന്താ? എപ്പോഴും നമ്മൾ കാണാറുണ്ട് കശുവണ്ടി ഫാക്ടറികൾ അടച്ചു പൂട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ വാർത്തയായിട്ടൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു മേഖല കശുവണ്ടി ഫാക്ടറികൾ അല്ലെങ്കിൽ കശുവണ്ടി പ്രോസസ്സിംഗ് മേഖലയാണ്. അപ്പോൾ അത്രത്തോളം തൊഴിലാളികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയുള്ള പ്രശ്നം എന്താ? അത്രയും ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വരുമാനം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത്, ഇന്ത്യ പോലുള്ള ഒരു എക്കണോമിയിൽ കംപ്ലീറ്റ് ആയിട്ട് ലേബർ ഇന്റൻസീവും കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ഇന്റൻസീവും പറ്റത്തില്ല. ക്യാപിറ്റൽ ഇന്റൻസീവ് മുഴുവനായിട്ടും മെഷീൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും? അൺഎംപ്ലോയ്മെന്റ് കൂടും, അല്ലെ? മുഴുവൻ മെഷീൻസ് കൊണ്ടുവന്നു, ആൾക്കാർക്ക് ജോലിയില്ല.
അല്ലെങ്കിൽ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ്. ഇനി മുഴുവൻ മെഷീൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും. ഇനി കംപ്ലീറ്റ് ലേബർ ഇന്റൻസീവ് ആണെങ്കിലോ, ലേബർ ഇന്റൻസീവ് ആണെങ്കിൽ അത് പ്രൊഡക്ടിവിറ്റി കുറയുന്നു. കാരണം ഇത്രയും തൊഴിലാളികൾക്ക് സാലറി കൊടുക്കണം, അത് അത്രയും കോസ്റ്റ് ആകുന്നുണ്ട്. ഇനി അത് ടൈം കൺസ്യൂമിങ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ കൈത്തറിയും യന്ത്രത്തറിയും കേട്ടിട്ടുണ്ടല്ലേ? കൈത്തറി, ഹാൻഡ്ലൂം, യന്ത്രത്തറി, പവർലൂം. ഒരു മുണ്ട് അല്ലെങ്കിൽ ഒരു കൈത്തറി സാരിയൊക്കെ നിർമ്മിക്കുകയാണെന്ന് വിചാരിക്കുക. അത് കൈത്തറി വഴി നിർമ്മിക്കാം, പവർലൂം യന്ത്രത്തിൽ നിർമ്മിക്കാം. യന്ത്രത്തിൽ നിർമ്മിച്ചാൽ വേഗത്തിൽ ഒരു സാരി നിർമ്മിച്ചെടുക്കാൻ പറ്റും. എന്നാൽ കൈത്തറി ആണെങ്കിലോ കൈകൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ വളരെ സമയമെടുക്കും. അപ്പൊ അത് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ കൂടുതൽ ചെലവാകും. എന്നാൽ യന്ത്രത്തിലാണെങ്കിൽ അത്രയും ചെലവാകുന്നില്ല, പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, പക്ഷെ ആൾക്കാർക്ക് ജോലി ഇല്ലാതാകുന്നു. അപ്പോ ഈ പറയുന്ന രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ഒരു വസ്തു എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത് ആ രാജ്യം തീരുമാനം എടുക്കേണ്ടതാണ്. രണ്ട് എക്സ്ട്രീമിലോട്ടും, മുഴുവനായിട്ട് ലേബർ ഇന്റൻസീവിലോട്ടും പോകാൻ പറ്റില്ല, മുഴുവനായിട്ട് ക്യാപിറ്റൽ ഇന്റൻസീവിലോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ഹൗ ടു പ്രൊഡ്യൂസ് ആണ് രണ്ടാമത്തെ ഒരു എക്കണോമി നേരിടുന്ന സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോബ്ലം എന്താ? ഫോർ whom to produce, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ശ്രദ്ധിക്കുക, ഫോർ whom to produce, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ എല്ലാവർക്കും പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതാണോ? ഇല്ല, അല്ലെ? നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഫുഡ് ഐറ്റത്തിന്റെ കാര്യം എടുക്കാം. ഫുഡ് ഐറ്റംസ് എല്ലാവർക്കും അഫോർഡബിൾ ആണോ? ഇല്ല, എല്ലാവർക്കും പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊരു പ്രശ്നം തന്നെയാണ്. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വാങ്ങാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അതൊരു പ്രോബ്ലം തന്നെയാണ്. അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടും അതിന്റെ ഭാഗമായിട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സംവിധാനമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള റേഷൻ കടകൾ നമുക്കറിയാം. 4 തരം റേഷൻ കാർഡ് കേരളത്തിലുണ്ട്, അല്ലെ? ഇപ്പോ APL 2 കാർഡുകൾ, BPL 2 കാർഡുകൾ, അന്ത്യോദയ അന്ന യോജന മഞ്ഞ കാർഡ്, അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ കാർഡ് ഉണ്ടല്ലോ, എന്താണ് അതിന്റെ പേര്? പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്, മുൻഗണനാ വിഭാഗം. അതിങ്ങനെ 4 തരം കാർഡുകളുണ്ട്. ആൾക്കാരുടെ വരുമാനത്തിനനുസരിച്ച് എല്ലാവർക്കും ഒരുപോലെ ഭക്ഷ്യധാന്യങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റണമെന്നില്ല. അപ്പൊ അതിനനുസരിച്ച് APL എന്നും BPL എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോ പൈസ ഒട്ടുമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ്സ് റേഷൻ കടകൾ വഴി കിട്ടുന്നുണ്ട്. അപ്പൊ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ മൂന്നാമത്തെ സെൻട്രൽ പ്രോബ്ലം, ഒരു എക്കണോമി ഫേസ് ചെയ്യുന്ന മൂന്നാമത്തെ ഇത്തരത്തിലുള്ള സെൻട്രൽ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി, ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര അളവിൽ എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്, കൂടുതൽ തൊഴിലാളികൾ അപ്പോയിന്റ് ചെയ്യണോ, ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് യൂസ് ചെയ്യണോ, അതോ ക്യാപിറ്റൽ ഇന്റൻസീവ്, കൂടുതൽ പൈസ മുടക്കി നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. ഇനി മൂന്നാമത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കൃത്യമായി ആൾക്കാരിൽ എത്തുന്നുണ്ടോ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളുമാണ് എക്കണോമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി ഈ സെൻട്രൽ പ്രോബ്ലംസിന് ആര് ഉത്തരം നൽകണം? വാട്ട് ടു പ്രൊഡ്യൂസ്, വാട്ട് ക്വാണ്ടിറ്റി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ആരുത്തരം നൽകണം? ഗവൺമെന്റ് ആണോ ഉത്തരം നൽകാനുള്ളത്? അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തീരുമാനം എടുക്കുന്നത്, പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്ന ഗവൺമെന്റ് ആണോ? കാരണം ആരാണ് സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാണ് ഒരു എക്കണോമിയിലോട്ട്, മാർക്കറ്റിലോട്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തി സാധനങ്ങൾ എത്തിക്കുന്നത്? കാറുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണോ, അതോ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണോ, അതോ ഗവൺമെന്റും പ്രൈവറ്റും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണോ ഈ പറയുന്ന പ്രൊഡക്ഷൻ നടക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്, മാർക്കറ്റ് നിയന്ത്രിക്കുന്നത്? അപ്പൊ ആരാണ് ഈ പ്രൊഡക്ഷൻ നടത്തുന്നത്, ആരാണ് ഉൽപാദനം നടത്തുന്നത്, ആരാണ് മാർക്കറ്റിൽ സാധനങ്ങൾ എത്തിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എക്കണോമികളെ, സമ്പദ് വ്യവസ്ഥകളെ, രാജ്യങ്ങളെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. നോക്കിയേ, ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ് ആൻഡ് മിക്സഡ് എക്കണോമി. അപ്പൊ നോക്കുക, ഞാൻ പറഞ്ഞു സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി 3 പറഞ്ഞു, അല്ലെ? ഈ സെൻട്രൽ പ്രോബ്ലംസിന് ഉത്തരം കണ്ടെത്താനുള്ളത് ആരാണ്? അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ നടത്തുന്ന ആരാണ്? ഒരു മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ആരാണ്? ഇപ്പൊ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് ഒരു സമ്പദ് വ്യവസ്ഥ, എക്കണോമി മുന്നോട്ട് പോകുന്നതെങ്കിൽ അത്തരത്തിൽ ആ ഒരു എക്കണോമിയിൽ സെൻട്രൽ പ്രോബ്ലംസിനുള്ള ഉത്തരം നൽകാനുള്ള ഗവൺമെന്റ്. അത്തരത്തിലുള്ള എക്കണോമികളെ നമ്മൾ സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയും, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എന്നാൽ ഒരു രാജ്യത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് കൂടുതൽ, പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം നൽകാനുള്ളത്, അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് എല്ലാ പ്രൊഡക്ഷനും നടത്തുന്നത്, പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് എല്ലാ സാധനങ്ങളും ജനങ്ങൾക്ക് എത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമികൾ എന്ന് പറയുന്നത്. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പ്രൈവറ്റ് എന്റർപ്രൈസുകളാണ്. എന്നാൽ പ്രൈവറ്റും
പബ്ലിക്കും ഒരുപോലെ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളെ മിക്സഡ് എക്കണോമി എന്ന് പറയാം. നമുക്കറിയാം ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമിയാ അല്ലെ. ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറും ഉണ്ട്, പബ്ലിക് സെക്ടറും ഉണ്ട്, ഗവൺമെന്റും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റും ഉണ്ട്. അപ്പം 3 തരം സമ്പദ് വ്യവസ്ഥകൾ, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി ആൻഡ് മിക്സഡ് എക്കണോമി, ഈ 3 ടൈപ്സ് ഓഫ് എക്കണോമികളെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഈ പറയുന്ന ടൈപ്സ് ഓഫ് എക്കണോമിനെ പറ്റിയുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടുക. നമ്മൾ ചെറിയ ചെറിയ സെഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത്. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി ഭാഗങ്ങൾ നോക്കും. വലിയ വലിയ വീഡിയോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് സമയം വളരെ എന്താ അമൂല്യമാണ് അല്ലെ. ജലം അമൂല്യമാണ്, പാഴാക്കരുതെന്ന് പറയുന്ന പോലെ തന്നെ സമയം അമൂല്യമാണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ കയ്യിലുള്ളൂ, അത്രയും സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയിരിക്കണം. അതുകൊണ്ട് കുറച്ച് സമയത്ത് മാത്രം നമ്മൾ ഈ ഒരു ക്ലാസ് ഒതുക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.